നമ്മളുടെ ഈ മുഖവും ശരീരമൊക്കെ നമ്മളെങ്ങനെ സൂക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതൊന്നും ചെയ്യാണ്ട് നല്ല സൗന്ദര്യമുള്ള ആൾക്കാരും ഉണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം അങ്ങനെ പറയാം. പിന്നെ ഈ നമ്മൾ ഫുഡ് സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കില്ലേ ഗുളികയുടെ രൂപത്തിൽ, അതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണതാണ്. കുറച്ച് സമയം പോവും, കുറച്ച് പണിയെടുക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ ശരീരത്തിന് എന്നും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, ഈത്തപ്പഴം, ഈ 3 സാധനങ്ങളാണ്. ഇതിലേക്ക് ഒരു കഷ്ണം മഞ്ഞളും ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ അത് തേങ്ങാപ്പാലോ പശുവിൻ പാലിലോ നമുക്കിത് ഇതിനോട് കൂടെ ചേർത്തിട്ട് നന്നായി വരട്ടിയെടുക്കാം. പിന്നെ നന്നായി വരണ്ട് വരുമ്പോൾ ഇതിൽ ആവശ്യത്തിന് നെയ്യ് ചേർക്കാം. നെയ്യ് ചേർക്കണം എന്നില്ലെങ്കിൽ ചേർക്കണ്ട, പക്ഷേ നെയ്യ് ചേർത്താലാണ് ഇതിൻ്റെ മണം ഉണ്ടാവുക, നല്ല ഗുണവും തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഷുഗർ ചേർക്കണില്ല. ഷുഗർ വേണ്ട, കാരണം ഈത്തപ്പഴത്തിൻ്റെ മധുരം കുറച്ചുണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പിന്നെ നന്നായി വരണ്ടി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ചേർക്കുക. നെയ്യും ആവശ്യത്തിൽ കുറച്ച് ഒരു 3-4 ടീസ്പൂണൊക്കെ ഒഴിച്ചാലും കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് നന്നായി വരട്ടിയെടുക്കാം. അത് ഹലുവ കണക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ലൂസായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നന്നായി വരട്ടിയെടുക്കാം. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാം. ഡെയിലി 1 ടീസ്പൂൺ വെച്ചിട്ടൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.